നേരെ കർക്കിടക മാസത്തിൽ നേരെ ചില കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആചാര്യന്മാർ. കാരണം സാധാരണഗതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ചില മാസങ്ങൾക്ക് പ്രാധാന്യം കൂടും. ചില മാസങ്ങളിൽ അത് സൽക്കർമ്മങ്ങൾ നേരെ ചെയ്യുമ്പോൾ അത് വേറെ രൂപത്തിൽ ചെയ്യണം. അപ്പം അങ്ങനെ പല ഭാവങ്ങളുണ്ട്. പൊതുവിൽ എല്ലാ മാസങ്ങൾക്കും ഓരോരോ അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പം അതാണ് നമ്മൾ ചില മാസങ്ങളിൽ ചിലതാകാം, ചില മാസങ്ങളിൽ അരുത് എന്നങ്ങനെ പറയാൻ കാരണം. അപ്പം അതുകൊണ്ടാണ് നേരെ ഈ കാർഷിക കാര്യങ്ങളൊക്കെ മേടമാസത്തിലാകാം എന്ന് പറയും. പിന്നീട് ഇടവമാസത്തിൽ മറ്റ് നേരെയുള്ളതായിരിക്കുന്ന ക്ഷേത്ര പൂജ കാര്യങ്ങളൊക്കെ ആകും. മിഥുനമാസമാകുന്ന സമയത്ത് നേരെ ആരാധനാഭാവങ്ങൾ വരും. അപ്പോൾ ഇതിൽ കർക്കിടക മാസത്തിലേക്ക് വരുന്ന സമയത്ത് ആരാധനാ മാസമാണെങ്കിൽ പോലും നേരെ കർക്കിടക മാസത്തിൽ നേരെ ചില കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആചാര്യന്മാർ. കാരണം കർക്കിടക മാസം ആരംഭിച്ച് കഴിയുമ്പോൾ നേരെ ഗൃഹപ്രവേശങ്ങൾ സാധാരണ നടത്താറില്ല. പിന്നീട് നേരെ വിവാഹാദി കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ അതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ സ്വന്തമായിട്ട് ഒരു കച്ചവടം തുടങ്ങുമ്പോൾ കർക്കിടക മാസം ചെയ്യാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ രാശിചക്രത്തിലേക്ക് വരണ സമയത്ത് രാശിചക്രത്തിൽ നേരെ ഓരോ മാസങ്ങളിൽ, അപ്പോൾ ഓരോന്നിനും ഓരോ മാസങ്ങളുടെയും രാശിചക്രത്തിൽ രാശികൾക്ക് ഓരോരോ ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മേടമാസത്തിൻ്റെ ആ ഒരു മൃഗം എന്ന് പറയുന്നത് ആടാണ് മൃഗം എന്ന് പറയും. അപ്പോൾ ആട് മൃഗമായതുകൊണ്ടാണ് നേരെ കാട്, മേട്, അതേപോലെ കിഴക്ക് ദിക്ക് എന്നൊക്കെയാണ് അതിന് സങ്കല്പം വരിക. അപ്പോൾ അതുകൊണ്ട് കിഴക്ക് ദിക്ക് ഒക്കെ ഉത്തമ ദിക്കാണ്. അപ്പം മേടമാസത്തിൽ നേരെ നമുക്ക് ഉള്ളതായിരിക്കുന്ന സൂര്യോദയങ്ങളും കിഴക്കൻ പ്രദേശങ്ങളിലും യാത്രാ തീർത്ഥാടനങ്ങൾ, അപ്പോൾ അതെല്ലാം തന്നെ തീർത്ഥാടന മാസങ്ങളാണ് മേടമാസം. അപ്പോൾ ആ മേടമാസത്തിലാണ് നേരെ ശ്രേഷ്ഠമായിരിക്കുന്ന അക്ഷയ തൃതീയൊക്കെ വരുന്ന സമയം. അപ്പോൾ അത് നേരെ ആഘോഷ പ്രധാനമായിരിക്കുന്ന മാസമാണ്. അപ്പോൾ അതുമാത്രമല്ല കിഴക്ക് ദിക്കിലേക്ക് തീർത്ഥാടന സംബന്ധമായ കാര്യങ്ങളാണ് പോയത്. മേടമാസ തീർത്ഥാടനങ്ങളാണ്. ഇടവത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഇടവത്തിലാണ് സാധാരണഗതിയിൽ നേരെ ഇടവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവ മാസത്തിലെ ഋഷഭമാസം എന്നാണ് അതിൻ്റെ സംസ്കൃതത്തിലെ പേര്. ഋഷഭം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൃഹങ്ങളിൽ നേരെ ഒരു ഋഷഭം, കാള അല്ലെങ്കിൽ പശു തുടങ്ങിയിരിക്കുന്നത്, പോത്ത്, ഇതെല്ലാം കാർഷിക മേഖലയിൽ കൃഷിക്ക് പറ്റിയതായിരിക്കുന്ന മാസമാണ് ഇടവമാസം എന്നാണ്. അപ്പോൾ മേടം കഴിഞ്ഞ ഇടവമാസത്തിലാണ് കൃഷികളൊക്കെ തന്നെ ആരംഭിക്കുക. എന്നാലേ കന്നിമാസത്തിൽ കൊയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കാർഷിക മാസമായിട്ട് കാർഷിക വൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ്. അപ്പോൾ കാർഷിക വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ്. സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ സമയത്താണ് ഇടവമാസത്തിൽ ഗൃഹപ്രവേശം നടത്തുക, വിവാഹങ്ങൾക്ക് പ്രാധാന്യം എന്നാണ് പറയുന്നത്. മിഥുനമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മിഥുനങ്ങളുടെ മാസമാണ്. ആ മിഥുനമാസത്തിൽ നേരെ സ്ത്രീ പുരുഷ ആണ് മിഥുനം എന്ന് പറയാം. അതുകൊണ്ട് അവിടെ വിവാഹങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതേപോലെ മിഥുനമാസത്തിൽ നേരെ അതിൻ്റെ എല്ലാ സൽക്കർമ്മങ്ങൾ, നേരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പൂജകളും അതേപോലെ ദാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റി മിഥുനമാസമാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആ കർക്കിടക മാസത്തിൽ നേരെ അതിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത് ഞണ്ട് എന്നതായിരിക്കുന്ന മൃഗമാണ്. അപ്പം ഞണ്ട് എപ്പോഴും എന്താണ്? അത് ചെളി വെള്ളത്തിൽ കലങ്ങുന്നതായിരിക്കുന്ന ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ്. അപ്പം കർക്കിടകത്തിൽ നേരെ സ്ഥിരമായിരിക്കുന്ന ഒരു സ്ഥായി ആയിരിക്കുന്ന ഭാവം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞണ്ടിനെ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പടേ ഉണ്ടാവും, ഞണ്ട് താഴേക്ക് പോകും. അപ്പോൾ ഒന്നിൽ പിടിച്ചാൽ പിന്നെ ഇത് വിട്ടില്ല എന്നും വരും. അപ്പം അങ്ങനെയുള്ള പ്രത്യേക ചപലമായിരിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണ് ഞണ്ട് എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ഗൃഹപ്രവേശം നടത്തി കഴിഞ്ഞാൽ ആ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിങ്ങനെ എപ്പോഴും വ്യാകുലപ്പെട്ടിട്ട് ചെളിയിലേക്ക് ഇങ്ങനെ പോകും. മനസ്സിലിങ്ങനെ വേണ്ടാത്ത വിചാരങ്ങൾ വരും. വിവാഹം കഴിച്ചാൽ തന്നെ ആ കർക്കിടക മാസത്തിൽ വിവാഹം കഴിക്കുമ്പോൾ അതിൽ ദമ്പതിമാർക്ക് സൗഖ്യമൊന്നും കിട്ടില്ല. ദമ്പതിമാരുടെ മനസ്സിൽ കാലുഷ്യങ്ങൾ ഇങ്ങനെ വരും എന്നാണ്.
അപ്പോൾ ചെളിയിലാണല്ലോ ഞണ്ട് ജീവിക്കുക. അതേപോലെ മനസ്സിൽ ചെളി നിറയും. അതേപോലെ പലപ്പോഴും നേരെ ആവശ്യമില്ലാത്ത വിചാരങ്ങൾ വരും. അപ്പോൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വേർപെട്ട് പോകുന്ന. അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസത്തിൽ വിവാഹം നടക്കില്ല. കാരണം ആ മാസം സ്ഥായിയായിരിക്കുന്ന മാസമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഥിരമായിരിക്കുന്നതും പിന്നെ ചരമായിരിക്കുന്നതും പിന്നെ സ്ഥിരം ചരം ഇങ്ങനെയാണ് പറയാം. അപ്പോൾ അങ്ങനെയാണ് രാശികളുടെ കണക്ക് പറയാം. സ്ഥിരരാശിയിലാണ്, സ്ഥിരമാണ് മേടമാസം സ്ഥിര രാശിയിൽപ്പെടും. അത് കഴിഞ്ഞ് ഇടവത്തിലേക്ക് വരുമ്പോൾ ചരായി. പിന്നെ മിഥുനത്തിൽ സ്ഥിരമാണെങ്കിൽ നേരെ കർക്കിടകം ചരാണ്. അപ്പോൾ ചരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ജലരാശി എന്നൊക്കെ പറയും. അപ്പോൾ എപ്പോഴും വിവാഹമൊക്കെ ഉറച്ച കാര്യങ്ങളാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങളല്ല, ഒരു ജീവിതകാലം മുഴുവൻ സഹധർമ്മിണിയുമായിട്ട് ഒരുമിച്ച് പോകേണ്ട സമയമാണ്. അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ സഹധർമ്മിണിയുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ അത് സ്ഥിരരാശിയായിരിക്കണം എന്നാണ്. ഇല്ലെങ്കിൽ നേരെ ചരരാശി ആയിക്കഴിഞ്ഞാൽ അത് വേർപെട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ജലരാശിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെയാണെങ്കിൽ ജലം നേരെ അപ്പുറത്തായിരിക്കും. അപ്പോൾ അവർക്ക് സ്ഥിരമായിരിക്കുന്ന ഒരു വീട്, സമ്പത്ത്, സന്താനങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രാശിയിൽ ഒത്തുചേരൽ നടന്നു കഴിഞ്ഞാൽ, കർക്കിടക രാശിയിൽ ഒത്തുചേരൽ നടന്നു കഴിഞ്ഞാൽ ദമ്പതിമാർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സിൽ വ്യാകുലത ഉണ്ടാവും. അതേപോലെ അവർ പല ഭാഗത്തായിട്ട് ഭർത്താവ് കൂടെയാണെങ്കിൽ ഭാര്യ അപ്പുറത്തായിരിക്കും. അപ്പം അങ്ങനെയാണ് കർക്കിടക മാസത്തിൽ വിവാഹത്തിന് പറ്റിയതല്ല, ഗൃഹപ്രവേശത്തിന് പറ്റിയതല്ല, ഒരു കച്ചവടം തുടങ്ങാൻ പറ്റിയ സമയമല്ല, ശുഭകർമ്മങ്ങൾക്കൊന്നും പറ്റിയതല്ല. കർക്കിടക മാസത്തിൽ ചെയ്യാവുന്നതാണ്. അത് ഉപാസനാ മാസമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നേരെ ബ്രഹ്മചാരികളായിട്ട് ബ്രഹ്മചര്യത്തിലിരുന്ന് നേരെ മനസ്സിനെ ഉറപ്പിച്ചിട്ട് നേരെ ദേവ്യാരാധനം നടത്തണം എന്നാണ്. അപ്പോൾ ദേവ്യാരാധന നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിൽ ധൈര്യവും എല്ലാം കിട്ടുക. അപ്പോൾ ആരാധനാ മാസമാണ് കർക്കിടക മാസം. ആരാധനാ മാസമായ സമയത്ത് അവിടെ ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതാണ് വിവാഹ ബന്ധങ്ങളും അതേപോലെ ആ മൈഥുനഭാവങ്ങളൊക്കെ തന്നെ ആരാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ നേരെ പ്രാചീന ആചാര്യന്മാർ നേരെ തന്നെ കർക്കിടക മാസം വിവാഹത്തിന് പറ്റിയതല്ല എന്ന് വിധിച്ചു. കാരണം അത് ജലരാശിയാണ്, ചരരാശിയാണ്, അതിലങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് അവർക്ക് ഒരുമിച്ച്, ദമ്പതിമാർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, മനസ്സ് നേരെ ചെളിയിലേക്ക് ഇങ്ങനെ പൂണ്ടും ആവശ്യമില്ലാത്ത സംശയങ്ങളും ആവശ്യമില്ലാത്ത ഭയങ്ങളും നേരെ മറ്റൊന്നിലേക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ ആഴ്ന്നങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടും നേരെ കർക്കിടക രാശിയിൽ വിവാഹങ്ങളില്ല. ഗ്രഹത്തിൻ്റെ താമസം, ഗ്രഹത്തിൻ്റെ പ്രവേശം, അത് ഗൃഹപ്രവേശം, പാല് കാച്ചുക, അത് കർക്കിടക മാസത്തിൽ ചെയ്യാറില്ല. അതിന് മുമ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചെയ്യണം എന്നാണ് പറയുക. ഇതാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വീട്ടിൽ കയറുമ്പോൾ കർക്കിടകം രാശിയെ നമ്മൾ ഒഴിവാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കർക്കിടകം രാശിക്ക് കൂടുതൽ ബന്ധം എന്താണ്? അതിന് നേരെ രാഹുവുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിക്ക് ഓരോ രാശികൾക്കൊരു മാസം ഉണ്ടെങ്കിലും ഈ രാഹുവിനും കേതുവിനും പ്രത്യേകിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതലും കർക്കിടകം രാശിയിലാണ് രാഹുവിൻ്റെ സ്ഥാനം വരിക. അപ്പോൾ അതുകൊണ്ട് എന്ത് തടസ്സം വന്നാലും രാഹു തടസ്സം ഉണ്ടാക്കും എന്നങ്ങോട്ട് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുള്ളത്. പിന്നെ ഒന്ന് തെക്ക് ഭാഗത്തുള്ള രാശിയാണ്. അപ്പോൾ നേരെ കിഴക്ക് ഭാഗത്തേക്ക് നിന്ന് വന്നിട്ട് നേരെ തെക്ക് ഭാഗത്തുള്ള രാശിയാണ് നേരെ കർക്കിടകം രാശി വരിക. അപ്പോൾ ആ തെക്ക് ഭാഗത്തുള്ള രാശിയേക്കാൾ കൂടുതൽ ഉത്തരഭാഗത്തുള്ള ആ രാശിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് മേടമാസത്തിൽ കല്യാണങ്ങളുണ്ടാവും. അതേപോലെ നേരെ വടക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് മകരത്തിൽ കല്യാണങ്ങൾ ധാരാളം നടക്കും. മകരം, കുംഭം ഒക്കെ തന്നെ, മീനം ഒക്കെ കല്യാണത്തിലാണ് നടക്കുക. അതൊക്കെ വടക്കൻ രാശികളാണ്. തെക്കൻ രാശികളിൽ പൊതുവെ കല്യാണങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ വിവാഹങ്ങൾ ചെയ്താൽ ശോഭനമാവില്ല. അത് ദമ്പതിമാരിൽ വേർപിരിവുണ്ടാകാം, മനസ്സിൽ സംശയങ്ങളുണ്ടാകാം. അപ്പോൾ പലപ്പോഴും അത് ജലരാശി ആയതുകൊണ്ട് നേരെ ഉദ്ദിഷ്ടമായ കാര്യങ്ങളും നടക്കില്ല. ഒരു സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റില്ല. സന്താനങ്ങളും അതേപോലെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഉണ്ടായ സന്താനങ്ങൾക്ക് നേരെ നല്ലതായിരിക്കുന്ന ജീവിതം കിട്ടിയെന്നും വരില്ല. അതാണ് കർക്കിടക രാശിയുടെ. അല്ലെങ്കിൽ പിന്നെ അതിന് പരിഹാരം ചെയ്തിട്ടാണ് ആളുകൾ ചെയ്യുക. കർക്കിടകത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് മൈഥുനബന്ധം ഇല്ലാത്തതായിരിക്കുന്ന മാസമാണ്, ഉപാസന മാസമാണ്. അപ്പോൾ ഉപാസനാ മാസം ബ്രഹ്മചര്യഭാവത്തിൽ വരേണ്ട മാസത്തിൽ നേരെ മൈഥുനഭാവം വന്നു കഴിഞ്ഞാൽ അത് സന്താനങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ വിവാഹങ്ങൾ ഒഴിവാക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക മാസങ്ങൾ വേറെ
കണ്ടുവച്ചിരിക്കുന്നത്. ഓം നമ ശിവായ.